യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 124 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 15 മുതൽ 18 വരെ, റോമർ 7-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് അറിയണമല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വൃക്ഷത്തിൽ കായ്ക്കാത്തൊരു ഫലത്തിന്റെ പേര് എന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ആലിപ്പഴം. സങ്കീർത്തനങ്ങൾ 18:13 ഉത്തരവുള്ളത്. ചില സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യുമ്പോൾ ആകാശത്തു നിന്ന് വീഴുന്ന ചെറിയ ഐസ് കട്ടകളാണ് ആലിപ്പഴം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, അപവാദം അല്ലെങ്കിൽ വ്യാജം എന്നർത്ഥം വരുന്ന മൂന്നക്ഷര പദം ഏത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം കുരള. സങ്കീർത്തനങ്ങൾ 15-3 വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ച ആയുധത്തിന്റെ പേര് എന്ത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം താമ്രചാപം. സങ്കീർത്തനങ്ങൾ 18-34 വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 119-ാം സങ്കീർത്തനത്തിൽ ദാവീദ് 2 പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം പുതിയ നിയമ പാഠഭാഗത്ത് ഒരു വാക്യത്തിനകത്ത് പൗലോസ് ഉച്ചരിച്ചതായി കാണാം. എന്താണ് ആ വാചകം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. റോമർ 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. അതുപോലെ സങ്കീർത്തനം 119-ന്റെ 70-77 വാക്യങ്ങളിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പൗലോസ് തന്നെ കുറിച്ച് സ്വയമായി വിശേഷിപ്പിച്ച 3 പേരുകൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, അരിഷ്ട മനുഷ്യൻ. ഓക്കെ. റോമർ 7-ാം അധ്യായം 14-24 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരിയായിട്ടുള്ള റെഫറൻസും നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 19 മുതൽ 22 വരെയും, റോമർ 8-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.